ഹലോ പാപ്പ. ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഏത് കാർഡാ? ഇൻഫോ പാർക്കിലെ. താങ്ക് ഗോഡ്. പ്രോഗ്രാമിനായി ജോലി കിട്ടിയിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ വരാം. ഫ്രണ്ട്സിനെ കൂടി വിവരം അറിയിക്കട്ടെ. ഹലോ അളിയ കിരണേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്ക് ഇൻഫോ പാർക്കിൽ പ്രോഗ്രാമറായിട്ട് ജോലി കിട്ടി. ഓക്കെ ഷുവർ. നീ അവന്മാരെ കൂടി വിളിച്ച് പറയും. ഓക്കെ ഓക്കെ, അപ്പൊ സൺഡേ കാണാം. പപ്പ ഞാൻ പറഞ്ഞില്ലേ, ജോബ് കിട്ടിയതിന്റെ ചെറിയൊരു പാർട്ടി, ഫ്രണ്ട്സൊക്കെ ചേർന്നൊരു യാത്ര. ഓക്കെ ബൈ പപ്പ, ഞാൻ വിളിക്കാം. വണ്ടി എവിടെ? എവിടെ പോയി കിടക്കുന്നു? അവൻ വണ്ടിയുമായി വരാമെന്ന് പറഞ്ഞതാ. ഇപ്പൊ വണ്ടിയുമില്ല, അവനുമില്ല. ദാ വരുന്നുണ്ട്. ആ എത്ര സമയടാ? സോറി അല്പം താമസിച്ചു. ഓക്കെ ഓക്കെ, ഇവന്റെ സ്ഥിരം പരിപാടിയായത്. ആ വണ്ടി വിട്ടുകളയാ. അളി ആ കടയുടെ ഫ്രണ്ടിലൊന്ന് ചവിട്ടിരാ. കട തകർക്കൂടാ. അളി ആർക്കൊക്കെ ജ്യൂസ് വേണം? എനിക്ക് വേണം. എനിക്കും. എല്ലാവർക്കും വേണം. ചേട്ടാ 5 ജ്യൂസ്. തണ്ണിമത്തിന് എങ്ങനെയാ വില? കിലോയ്ക്ക് 10 രൂപ. മീഡിയം സൈസ് 4.5 കിലോ വരും. ഒരെണ്ണം 50 രൂപ. കിലോയ്ക്ക് 10 ആണെങ്കിൽ വീട്ടിനടുത്ത് വാങ്ങിയാൽ പോരേട്ടാ. അവിടെ ഇത്ര വിലയില്ല മോനെ. ഇത് വിഷമൊന്നും തെളിക്കാതെ ഞാൻ തന്നെ എന്റെ പറമ്പിൽ കൃഷി ചെയ്തെടുത്ത് നല്ല ഒന്നാന്തരം മത്തനാ. പോട്രാ. എങ്കിലും വില അല്പം കൂടുതലാ. 50 രൂപയ്ക്ക് 2 എണ്ണം എടുക്കാം. പറ്റില്ല മക്കളെ, നഷ്ടമാ. ഇടനിലക്കാരില്ലാത്തോണ്ടാ ഈ വിലക്കെങ്കിലും കൊടുക്കുന്നേ. ശരി, എന്തെങ്കിലും ആവട്ടെ. 60 രൂപയ്ക്ക് 2 എണ്ണം തരുന്നോ? ഇല്ലേ ഞങ്ങൾ പോവാം. ശരി കൊടു. ഓക്കെ ചേട്ടാ, മൊത്തം എത്ര? 110. മക്കളെ, കിടന്ന് ചീത്തയായി പോകുന്ന കരുതിയാ ഈ വിലക്ക് തരുന്നത്. ഇത് വളരെ നഷ്ടമാ. അളിയപ്പോ പോകാം. എന്തു പറ്റിയടാ? എന്തോ പറ്റിയ വണ്ടിക്ക്. കർത്താവേ, പണിയായോ? വാ നമുക്ക് നോക്കാം. ചേട്ടാ, ഇവിടെ അടുത്തെവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ട് ചേട്ടാ? 1 കിലോമീറ്റർ കൂടെ പോകണം. ആ ശരി ചേട്ടാ. ഓക്കെ. ആ പണിയായി. 1 കിലോമീറ്റർ കൂടെ പോകണമെന്ന്. ഇത്രയും ദൂരോ? എന്റെ കർത്താവേ, നമ്മൾ ഇത്രയും പേരില്ലേ? വാ തള്ളാം. പിന്നെ ഒന്ന് നോക്കിക്കണേ. വാ തള്ളാം. തള്ളിക്കോ അളിയാ. തള്ളു തള്ളു.
തള്ളടാ. അളിയാ തള്ളിക്കോ. എന്നാ പിടിച്ചോ. അമ്മ. അയ്യോ അളിയാ KSRTC ബസ്സിൽ കയറിയതല്ലേ ആയാലും അളിയാ. തന്നെടാ തന്നെ. ഓ തളർന്നളിയാ. ഹോ. ഹോ, ഇനി വീട്ടിൽ പോയാ കുളിക്കണ്ട. ഡാ ഫൈസി, എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു. വണ്ടിയിൽ വല്ലതും കുടിക്കാനുണ്ടോ നോക്ക്. അതേടാ തളർന്നു. അളിയാ ലിക്കറുണ്ട്, എടുക്കട്ടെ? വേണ്ട, കുടിക്കാൻ നല്ലത് വല്ലതും ഉണ്ടോ നോക്ക്. അപ്പൊ മദ്യം വിഷമാണല്ലേ? അതെ. നിന്റെ സിഗരറ്റ് വണ്ടി ഇരിപ്പുണ്ട്, തിന്നുന്നോ? ശവത്തി കുത്താതറ. പിന്നെ ഉള്ളതാ തണ്ണിമത്തനാ. അത് മതി, അതിങ്ങ് എടുക്ക്. വണ്ടി ശരിയായിട്ടുണ്ട്, സ്റ്റാർട്ടാക്കി നോക്കൂ. സ്വാമിയെ ശരണമപ്പ. കുടിയുണ്ട്. എടുത്തോ പറ്റാ. നേരെ നേരെ ഇറങ്ങി വാ. പറ്റേ വണ്ടി. എടുത്തോ. തണ്ണി മൊത്തം കഴിച്ചു വിഷവും മാറി കളിയാ. തന്നെ അളിയാ, എനിക്ക് മാറി. പോരായി. വണ്ടി തള്ളി ക്ഷീണിച്ചോണ്ടാവും നല്ല ഉറക്കം വരുന്നു. അതെ അതെ, ശരത്തും പിരി വെച്ച്. വാങ്ങിയാളിയാ എത്രേ? 50 ആയി. 50 രൂപ ടിപ്പ് കൊടുക്കും. ആ സാരല്ല. കാശ് തികഞ്ഞോടാ. ഓക്കേടാ. വണ്ടി നിർത്ത്. എന്നാടാ എന്ത് പറ്റി? വണ്ടി തിരിച്ചുവിട്, ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ നേരത്തെ ജ്യൂസ് കുടിച്ച കടയല്ലേ? ഇവന് വീണ്ടും വിശപ്പായി. രണ്ട് തണ്ണിമത്തൻ. നീ ഇത് വാങ്ങാനാണോ ഇത്രയും ദൂരം വണ്ടി തിരിച്ചു ഓടിപ്പിച്ചത്? ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി. തെറ്റോ? എന്ത് തെറ്റ്? എടാ, ക്യാൻസറിന് കാരണമാകുന്ന സിഗരറ്റ് നമ്മൾ വാങ്ങി. മദ്യം വിഷമാണ്, അതും വാങ്ങി. നല്ലതാണോ ചീത്തയാണോ നോക്കാതെ ഭക്ഷണം കഴിച്ചു, ടിപ്പും കൊടുത്തു. നമ്മുടെ സമൂഹം നന്മ നോക്കുന്നില്ല. ആവശ്യമില്ലാതെ ജനങ്ങൾ പൈസ നോക്കുന്നു. വെയിലത്ത് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ഇടനിലക്കാരിൽ നിന്നും രക്ഷ തേടി സ്വന്തമായി വിൽക്കാൻ ഈ വെയിലത്ത് നിൽക്കുമ്പോൾ നമ്മൾ പോയി വിലപേശും. ഒരു രാത്രി കൂടി ഇരുന്നാൽ അവ ചീത്തയായി പോവും എന്ന് കരുതി ഗതികേട് കൊണ്ട് നമ്മൾ പറയുന്ന വിലയ്ക്ക് അവരത് തരും. എന്തൊക്കെയോ നേടിയെന്ന് കരുതി നമ്മൾ പോരുകയും ചെയ്യും.
ഇന്നിപ്പോ ഉപകരിച്ചത് ആ തണ്ണിമത്തനല്ലേ? ബാക്കി എല്ലാത്തിനും നമ്മൾ പറഞ്ഞ വില കൊടുത്തില്ലേ? ഇതിന് മാത്രം വിലപേശി ആ പാവം കർഷകന്റെ നിസ്സഹായാവസ്ഥ നമ്മൾ മുതലെടുത്തു. ചേട്ടാ ഒരു തണ്ണിമത്തൻ.